ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനേ എന്നെന്നും ആരാധന. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനേ എന്നെന്നും ആരാധന. ആരാധന 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 സ്തുതിനാഥ. ആരാധന ആരാധന എന്നെന്നും ആരാധന. ആരാധന ആരാധന എന്നെന്നും ആരാധന. ആരാധന ആരാധന എന്നെന്നും ആരാധന. ഇരു കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഒരായിരം ആരാധനാ ഗീതകൾ അങ്ങേക്കായി സമർപ്പിക്കട്ടെ. രണ്ട് കൈകളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇരു കരങ്ങളും ഉയർത്തി വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ അനന്തമായ അനുഗ്രഹം സകല മക്കളിലും നിറയട്ടെ. ദേശം മുഴുവനും ലോകം മുഴുവൻ എത്തിച്ചേരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ദിവ്യകാരുണ്യമായ ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് എന്നെന്നും ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് എന്നെന്നും ആരാധന. കർത്താവിനെ വിളിച്ചാരാധിച്ച് എന്നെന്നും ആരാധന. എല്ലാവരും ചേർന്ന് എന്നെന്നും ആരാധന. പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് എന്നെന്നും ആരാധന. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് എന്നെന്നും ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് എന്നെന്നും ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏറ്റവും സവിശേഷമായി ഈശോ നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള വചനഭാഗങ്ങൾ. വിതക്കാരൻ്റെ ഉപമ. യേശു അരുളി ചെയ്തു, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് ഇങ്ങനെ വചനം ഏതൊക്കെ സ്ഥലങ്ങളിൽ വീണു, അതിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഏറ്റവും കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങൾ. ഇതിങ്ങനെ 4 സ്ഥലങ്ങളിലാണ് ദൈവവചനമാകുന്ന വിത്ത് വീണതെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൻ്റെ 4 അവസ്ഥകളാണ്. 4 തരത്തിലുള്ള മനസ്സുകളെയാണ് ഇന്ന് ഈ വചനം വീണ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒന്നാമതായിട്ട് ഈശോ പറഞ്ഞു കുറേ വിത്ത് വഴിയരികിൽ വീണു എന്ന്. അതായത് അലസമായ മനസ്സോടെ ജീവിക്കുന്ന ആളുകൾ, അലസമായ മനസ്സുള്ളവർ. അവരാരാ? അവർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല, മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമില്ല, അലക്ഷ്യമായി ആലസ്യത്തോടെ ജീവിക്കുന്ന ആളുകൾ. നമ്മൾ ഏതെങ്കിലും പാർക്കുകളിലോ അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കാനൊക്കെ പോകുമ്പോൾ ആളുകളെ കാണും. വെറുതെ ഇങ്ങനെ പാർക്കിൽ ഇരിക്കുന്നു, ചിലർ വഴിയരികിൽ കല്ലേലിരിക്കുന്നു, മറ്റു ചിലർ കലുങ്കിലിരിക്കുന്നു. അവരുടെ പണി എന്നതാണ്? പ്രധാന പണി വായിനോട്ടമാണ്. നമുക്കറിയാം, അങ്ങോട്ട് പോണവരെ ഇങ്ങോട്ട് പോണവരെ വായി നോക്കും. ഓരോരുത്തരെ ഇങ്ങനെ നോക്കി നോക്കി അവർ അങ്ങേയറ്റം എത്തുന്നവരെ അവരെ പറഞ്ഞു വിടുന്നത് അവരെ തൊഴിലാണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് അലക്ഷ്യമായി ഇരിക്കുന്നവരുടെ ഒന്നാമത്തെ ജോലി. അവർ ചെയ്യുന്ന വിധമാണ് അലക്ഷ്യമായ മനസ്സുള്ളവർ. അങ്ങനെ അലക്ഷ്യമായ മനസ്സും ആലസ്യത്തോടെയും ഇരിക്കുന്നവരിലേക്ക് ദൈവവചനം ഒരു കാരണവശാലും എത്തുകയില്ല. എത്തിയാൽ തന്നെയോ അത് പച്ചപിടിക്കില്ല. കാരണം അത് കിളി കൊത്തിക്കൊണ്ടുപോകും, അത് ചവിട്ടി അരിക്കപ്പെടും. കാരണം വചനത്തെ നോക്കാനോ വചനത്തെ ഇങ്ങനെ വളർത്താനോ വചനത്തിന് ആവശ്യമായ വിധത്തിലുള്ള പരിചരണം കൊടുക്കാനോ ഒന്നും അലക്ഷ്യമായി ഇരിക്കുന്നവർക്ക് മനസ്സില്ല, അവർക്ക് സാധ്യമല്ല, അവർക്ക് സമയമില്ല. അതുകൊണ്ടല്ലേ സാധാരണയായിട്ട് നമ്മൾ പറയാറ്, സൂക്ഷ്മമില്ലാത്തവൻ്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകുമെന്ന്. അങ്ങനെയാണ് അലക്ഷ്യമായ മനസ്സോടെ ആലസ്യത്തോടെ കഴിയുമ്പോൾ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തിലേക്ക് വരുന്ന വചനങ്ങൾ ഒക്കെ തന്നെ നഷ്ടപ്പെടും. ഇതാണ് മനസ്സിൻ്റെ 4 ഭാവങ്ങളിലെ ഒന്ന്, അലസതയോടെ ആലസ്യത്തോടെ ഇരിക്കുന്ന മനസ്സ്. ഇനി രണ്ടാമത്തെ മനസ്സ് ഇങ്ങനെ പാറപ്പുറം പോലെയുള്ള മനസ്സ്. അതെന്താ പ്രത്യേകത എന്നോ? കാര്യമായ ഒരു പരിചരണമോ പരിപാലനമോ കിട്ടാത്ത മനസ്സ്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിലേക്ക് വചനം വായിച്ച് വചനം നമ്മൾ എത്തിച്ചാലോ ഒരു ഉപകാരം വരില്ല. പാറപ്പുറം പോലെയുള്ള മനസ്സ്. വചനത്തിന് വളരാൻ ആവശ്യമായ അന്തരീക്ഷം അങ്ങനെയുള്ള ആളുകൾ ഒരുക്കി കൊടുക്കുന്നില്ല. വചനത്തിന് വളരെ ആവശ്യമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാലോ, ഒരു ചെടി നടുമ്പം അതിന് വെള്ളവും അതിന് വളവും കൊടുക്കുക മാത്രമല്ല, ചെറിയ ചെടിയാകുമ്പോൾ തണൽ കൊടുക്കണം. പിന്നെ അതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ചുറ്റുവട്ടത്തിൽ നിന്ന് കളകളൊക്കെ പറിച്ചു കളയണം. എന്ന് വെച്ചാൽ എന്താ? ഹൃദയം, നമ്മുടെ മനസ്സ് പാകപ്പെടുത്തണമെന്ന്. വചനം സ്വീകരിക്കുമ്പോൾ തന്നെ അതിന് വളരാൻ ഉള്ള മനസ്സാക്കണമെന്ന്. അതിന് പകരം എല്ലാ തരത്തിലും കടുകട്ടിയായ മനസ്സുകൾ ആണ് എങ്കിൽ അവിടേക്ക് വരുന്ന വചനം ഒരു തരത്തിലും വളരില്ല. അതല്ലേ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞത്? നിന്റെ ശിലാഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിനക്ക് വെച്ച് പിടിപ്പിച്ചു തരും. ശിലാഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിനക്ക് വെച്ച് പിടിപ്പിച്ചു തരുമെന്നാണ്. അങ്ങനെ മാംസളതയുള്ള ഹൃദയമുണ്ടെങ്കിലേ ദൈവവചനം വളരുകയുള്ളൂ, അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള മനസ്സ്, പാറപ്പുറം പോലെയുള്ള മനസ്സ്. അതിലേക്കാണ് ഈ വചനം ചെന്ന് വീഴുന്നത്. ഇനി മൂന്നാമതായിട്ട് വിതക്കാരൻ വിതച്ചപ്പോൾ വചനം ചെന്ന് വീണു എന്ന് പറയുന്ന സ്ഥലം ഇതാണ്, മുള്ളുകൾക്കിടയിൽ. ചില ആളുകളുടെ മനസ്സിങ്ങനെയാണ്, സകലമാന കൂർത്തുമൂർത്ത മുള്ളുകൾ ഉള്ള മനസ്സ്. അതെങ്ങനത്തെയാണെന്നോ ഈ മുള്ളെന്ന് പറഞ്ഞാൽ? പഴയകാല ജീവിതത്തിൽ സംഭവിച്ച സങ്കടത്തിൻ്റെ കാര്യങ്ങൾ, തകർച്ചയുടെ കാര്യങ്ങൾ, പാപത്തിൻ്റെ കാര്യങ്ങൾ, ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചതിൻ്റെ മുള്ളുകൾ, സങ്കടപ്പെടുത്തിയതിൻ്റെ മുള്ളുകൾ, കരയിപ്പിച്ചതിൻ്റെ മുള്ളുകൾ, വഴക്കുകൂടിയതിൻ്റെ മുള്ളുകൾ, അങ്ങനെ കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എന്തൊക്കെ വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കൂർത്തുമൂർത്ത മുള്ളുകളായി ഹൃദയത്തിൽ സൂക്ഷിക്കും. എന്നിട്ട് പറയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ ഹൃദയത്തിലേക്ക് വളരെ സ്മൂത്തായിട്ടുള്ള
ദൈവവചനം ചെന്നാൽ ആ വചനത്തിന് വളരാനായിട്ട് പറ്റുമോ? പറ്റില്ല. ഇതാണ് മൂന്നാമത്തെ തരത്തിലുള്ള മനസ്സ് എന്ന് പറയുന്നതും വിതച്ചപ്പോൾ കുറച്ച് വിത്താകുന്ന വചനം വീണ മനസ്സ്. അങ്ങനെയുള്ള ധാരാളം ആളുകളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഉള്ളിൽ മുഴുവൻ തിക്താനുഭവങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെയാണ് സാധാരണയായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആന്തരിക മുറിവുമായിട്ട് ജീവിക്കുന്നവരെന്ന്. തൊടുന്നതിന് മുഴുവൻ മുറിവുമായിട്ട്, ഉള്ളിൽ നിറയെ മുറിവുമായിട്ട് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിലേക്ക് വരുന്ന വചനം ഒന്നും തന്നെ കാര്യക്ഷമമായി ഫലം പുറപ്പെടുവിക്കില്ല. കാരണം എന്താ? ഈ വേദന അനുഭവങ്ങൾ, ദുഃഖിപ്പിച്ച അനുഭവങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, പാപത്തിൻ്റെ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ മുള്ളുകളും കൂടെ വചനത്തെ അങ്ങ് ഞെരുക്കിക്കളയും. ഇതാണ് മൂന്നാമത്തെ കൂട്ടരുടെ മനസ്സ്, മൂന്നാമത്തെ തരത്തിലുള്ള ഹൃദയം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരുക്കമുള്ള മനസ്സ്. എന്നതാണ് ഈ ഒരുക്കമുള്ള മനസ്സ്? പഴയ കാലഘട്ട ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മുറിവുകളെയും തിക്താനുഭവങ്ങളെയും ഒക്കെ മാറ്റിക്കളയും. ഒന്ന്, ഒരുക്കമുള്ള മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അവർ വേദനിപ്പിച്ചല്ലോ, മറ്റുള്ളവർ കരയിപ്പിച്ചല്ലോ, എന്നെ തകർക്കാൻ നോക്കിയപ്പല്ലോ, എന്നെ വിഷമിപ്പിച്ചല്ലോ, എന്നെ ദുഃഖിപ്പിച്ചല്ലോ, എനിക്ക് കിട്ടേണ്ട അവസരം അവർ തട്ടിയെടുത്തല്ലോ, എന്നെ കുറ്റപ്പേര് വിളിച്ചല്ലോ എന്നൊന്നും ഇങ്ങനെയുള്ളവർ ഓർക്കില്ല. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇവർക്കറിയാം. അത് കാര്യമില്ലാത്ത കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ വിട്ടുകളയും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഹൃദയത്തെ എപ്പോഴും അവർ നവീകരിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കും ദൈവവചനം സ്വീകരിക്കാൻ. അതാണ് ഈ നാലാമത്തെ കൂട്ടർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അലക്ഷ്യമായ വിധത്തിലുള്ള ജീവിതം നയിക്കില്ല. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി, കൃത്യമായ ഒരുക്കത്തോടുകൂടി അവർ ഇങ്ങനെ കാത്തിരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 1 തൊട്ടുള്ള വചനങ്ങളിൽ ആ 10 കന്യകമാരിൽ വിവേകവതികളായ 5 കന്യകമാരെ കാണുന്നില്ലേ? അവരെ പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും കിട്ടുന്ന വചനം മുഴുവൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വിധത്തിൽ അതിനെ വളർത്താനുമായിട്ട് കാത്തിരിക്കും. അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം 100% ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കൂട്ടര് എപ്പോഴും പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ ഇങ്ങനെ നെല്ല് വിതയ്ക്കാനായിട്ട് നമ്മൾ നിലം ഒരുക്കുന്നത് പോലെ എപ്പോഴും ഒരുക്കി കാത്തിരിക്കും. അല്ലാതെ പാറപ്പുറം പോലെ വളരെ റഫ് ആൻഡ് ടഫായിട്ട് വെച്ചുകൊണ്ടിരിക്കില്ല. ഹൃദയം നല്ല സ്മൂത്തായിട്ട് വരുന്ന വചനം മുഴുവൻ സ്വീകരിക്കാനും അതിന് നന്നായി വളരാനുമുള്ള ഇടം ഒരുക്കും. ഇങ്ങനെ ഇന്ന് അതുകൊണ്ട് കർത്താവീശമിശിഹ നമുക്ക് പറഞ്ഞു തരുന്ന ഈ വചനഭാഗം നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓർത്ത് നോക്കണം, ആലോചിച്ച് നോക്കണം. എൻ്റെ ഇന്നത്തെ മനസ്സിൻ്റെ അവസ്ഥ ഈ 4 ഘടകങ്ങളിൽ ഏത് തരത്തിലുള്ളതാണ്? ഞാൻ എൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, അലക്ഷ്യമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? എല്ലാ തരത്തിലും അങ്ങോട്ട് പോകുന്നവർക്കും ഇങ്ങോട്ട് പോകുന്നവർക്കും വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ചവിട്ടി മെതിച്ച് കളയാവുന്ന വിധത്തിൽ ആലസ്യത്തോടെ അലക്ഷ്യമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? 2, പാറപ്പുറം പോലെയാണോ എൻ്റെ ഹൃദയവും മനസ്സും? 3, സകലമാന തിക്താനുഭവങ്ങളുടെ മുള്ളുകൾ വളർന്നിട്ടുള്ളതാണോ എൻ്റെ മനസ്സ്? അതോ കർത്താവിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് എന്നും ഒരുങ്ങിയിരിക്കുന്നതാണോ? നമുക്ക് കർത്താവിനോട് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം എത്തിച്ചേരുമ്പോൾ അത് 30, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വിധത്തിൽ ഒരുക്കമുള്ള മനസ്സുകളെ കർത്താവെ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം എല്ലാവരും മുട്ടുകൾ കുത്തി നിൽക്കുക. മുട്ടുകൾ കുത്തി നിന്ന് ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. വചനമാകുന്ന ഈശോ ദിവ്യകാരുണ്യമായി തീർന്ന് ഇന്ന് നമ്മുടെ തിരുസന്നിധി, നമ്മുടെ സന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുള്ളുകളെ എടുത്തു കളയാനാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ പാറപ്പുറം പോലെയുള്ളതാണെങ്കിൽ അതൊക്കെ മാറ്റി വളരെ സ്മൂത്താക്കാനാണ്.
നമ്മുടെ മനസ്സിൽ നിന്ന് ആലസ്യങ്ങളൊക്കെ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ്. ഒരുക്കമുള്ള വചനം സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഹൃദയങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, നമ്മൾ സ്തുതിക്കുമ്പോൾ എല്ലാവരും സ്തുതിക്കണം. ഓരോ വീടുകളിലുള്ള മാതാപിതാക്കള്, മക്കള്, സഹോദരി സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സ്തുതിക്കണം. നിർത്താതെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അല്പം കൂടെ ഉറക്കെ സ്തുതിച്ചോ മക്കളെ. അല്പം കൂടെ വചനമാകുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ദിവ്യകാര്യമായ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ദിവ്യകാര്യമായ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് എല്ലാവരും ചേർന്ന് കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15 അധ്യായം 16 വചനത്തിലൂടെ പിതാവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അത് ഭക്ഷിച്ചു. അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എൻ്റെ പൊന്നുതമ്പുരാനെ, ഈ വചനത്തെ സ്വീകരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ മനസ്സിനെ വചനത്തെ സ്വീകരിക്കാൻ യോഗ്യമായ വിധത്തിൽ ഒരുക്കി തരണമേ. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 33 വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോ അരുളി ചെയ്തു: ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ മാറ്റം സംഭവിക്കുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കുകയില്ല. രണ്ട് കൈകൾ ഉയർത്തുക മക്കളെ, രണ്ട് കൈകൾ ഉയർത്തുക. വചനമാകുന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഇരു കരങ്ങൾ ഉയർത്തുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കാൻ രണ്ട് കൈകൾ ഉയർത്തുന്നത് പോലെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കാൻ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങൾ ഉയർത്താൻ നമുക്ക്. എന്നിട്ട് ഉറക്കെന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനമാകുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരുക്കമുള്ള ഹൃദയം തന്ന് ആ ഹൃദയത്തിലേക്ക് നിറയെ വചനം ഇട്ടു തരണമേ, നിറയെ വചനം പിടിപ്പിച്ചു തരണമേ. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പാൻ നമുക്ക്. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വചനത്തിലൂടെ ഇപ്രകാരം അരുളി ചെയ്തു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. കർത്താവെ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ വചനം തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലും സകലമാന തിന്മകളെയും ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ വിധത്തിൽ ശക്തിയുള്ള വചനം ഞങ്ങൾക്ക് നൽകണമേ. മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിൽ 4 വചനത്തിലൂടെ ഈശോ അരുളി ചെയ്തു: കർത്താവിൻ്റെ വചനമാണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിൻ്റെ അതരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയെ വചനം വെച്ച് തരണമേ. ജീവിക്കുന്ന സജീവ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ഓരോ നിമിഷവും നിറച്ചു തരണമേ. 2 കൈകളും ഉയർത്തുക മക്കളെ, 2 കരങ്ങളും ഉയർത്തുക. ഈ വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സന്ധി ബന്ധങ്ങളിലേക്ക്, വിചാര വികാരങ്ങളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുന്ന ദൈവവചനം തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ അഭിഷേകം തരണമേ. 2 കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറഞ്ഞു പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവവചനം തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ദൈവവചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:16 അരുളി ചെയ്തു, സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോസ്തല പ്രവർത്തനം 20:32 പറയുന്നു, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് മർക്കോസിന്റെ സുവിശേഷം 16 ഇപ്രകാരം അരുളി ചെയ്തില്ലേ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുമെന്ന്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ അധരത്തിൽ വചനം വെച്ച് തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വചനം നിറച്ചു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വചനം കൊണ്ട് ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവെ അങ്ങ് അരുളി ചെയ്തില്ലേ, യുവാവേ, നീ രാവും പകലും വചനം ധ്യാനിക്കുക. രാവും പകലും വചനം ധ്യാനിക്കുക. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധരങ്ങളിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ, ആത്മാവിൽ, ഓരോ കോശങ്ങളിലും അങ്ങയുടെ വചനം നിറച്ചു തരണമേ. രാവും പകലും വചനം വായിച്ചും വചനം ധ്യാനിച്ചും വചനത്തിൽ വളരുവാൻ ദിവ്യകാരണമായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ. 2 കരങ്ങളും ഉയർത്തുക മക്കളെ, 2 കൈകളും ഉയർത്തുക. അതീവ ആഗ്രഹത്തോടെ, അതിയായ ആഗ്രഹത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം സ്വീകരിക്കാനായിട്ട്, ഈ വചനത്താൽ നിറയാനായിട്ട്, ദൈവവചനത്താൽ ശക്തി പ്രാപിക്കാനായിട്ട്, ലോകം മുഴുവനും കർത്താവിന്റെ വചനം എത്തിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ച് തരണമേ. 2 കരമുയർത്തി, സ്വരമുയർത്തി സ്തുതിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. മുട്ടുകൾ കുത്തിക്കൊണ്ട് ദിവ്യകാരുണ്യമേ ആരാധന. കർത്താവിനെ വിളിച്ചാരാധിച്ച് ദിവ്യകാരുണ്യമേ ആരാധന.
രണ്ട് കരങ്ങൾ ഇങ്ങനെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, സർവ്വരെയും അനുഗ്രഹിക്കണമേ യേശുവേ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിമിഷം എല്ലാ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. വചനം പഠിക്കുവാനും വചനം ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവേ. കർത്താവ് എല്ലാ തിന്മയുടെ ശക്തികളും വചനത്തിന്റെ ശക്തി കൊണ്ട് പുറത്താകാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവേ. കർത്താവേ, നിന്നെ മാത്രം ആശ്രയിക്കാനുള്ള വലിയ കൃപ നൽകണമേ ദൈവമേ. ആരാധന ആരാധന. എല്ലാ യുവതിയുവാക്കളും കർത്താവേ വചനത്തിന്റെ ശക്തി നിറയ്ക്കണമേ കർത്താവേ. ഈ ലോകത്തിലേക്ക് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.